എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ബീട്രൂട്ട് മുട്ടത്തോരനാണ് ആക്കുന്നത്. അതിനായിട്ട് 2 ചെറിയ ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുട്ട, ഒരു ഉള്ളി, 2 പച്ചമുളക് ഇതെല്ലാം ഇതിനാവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാണിക്കാം. ബീട്രൂട്ട് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി തോരനാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തെറിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കുറച്ച് വേകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഉള്ളി അടുത്തൊന്ന് കൊത്തിപ്പിടിച്ചേക്കരുത്. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെയ്യാം. ഉള്ളി വെന്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ബീട്രൂട്ട് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ കൂട്ടി കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓൾറെഡി ബീട്രൂട്ടിന് വെള്ളമുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇതൊന്ന് പൊത്തി വെക്കാം. എല്ലാം ഒന്ന് ഇതിനകത്തൊന്ന് പിടിക്കട്ടെ. ആ അടുപ്പ് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒന്ന് വറ്റുന്ന ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പിനാവശ്യമായ തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം എന്നിവ ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിത് കൈകൊണ്ട് നന്നായിട്ട് ഒതുക്കിയെടുക്കരുത്. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് മീൻസ് എല്ലാവർക്കും പിന്നെ മിക്സിയിൽ ഒന്നിങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഞാൻ കൈ കൊണ്ട് ഞെരടി എടുക്കുക ചെയ്തേ. അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ ഈ അരപ്പ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം. എന്നിട്ട് ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പെല്ലാം ഒന്ന് ബീട്രൂട്ടിൽ പിടിക്കട്ടെ. നമുക്ക് പൊത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ
കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇതാക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് മുട്ട ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഒട്ടാകെ യോജിപ്പിച്ച് ഇളക്കാൻ പാടില്ല, മുട്ടയുടെ മണം വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെന്തതിന് ശേഷം മാത്രമേ ഒട്ടാകെ യോജിപ്പിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചിക്കി വേവിച്ചെടുക്കാം മുട്ട. അതിൻ്റെ ഉള്ളിൽ തന്നെ മുട്ട ചിക്കിയിട്ട് വേവിച്ചതിന് ശേഷം മാത്രം ബീട്രൂട്ടിൽ ചേർക്കുക. അല്ലാണ്ട് ആദ്യമേ ചേർത്താൽ മുട്ടയുടെ ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇങ്ങനെ വെന്തതിന് ശേഷം മാത്രം ഒട്ടാകെ തോരനിൽ യോജിപ്പിച്ചെടുക്കുക. മുട്ട ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തോരനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിങ്ങനെ ബീട്രൂട്ടും മുട്ടയും തോരനാക്കിയിട്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. ബീട്രൂട്ട് സാധാരണ രീതിയിൽ തോരൻ വെച്ച് കഴിക്കാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.